പോലീസുകാരെ ആക്രമിച്ചെന്ന കേസിൽ മുൻ ഡിവൈഎഫ്ഐ നേതാവ് NV വൈശാഖൻ ഉൾപ്പെടെ എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. ചേലക്കര പോളിടെക്നിക്കിൽ ഉണ്ടായ സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിൽ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2013 ജനുവരി 11 കേസിനാസ്പദമായ സംഭവം. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, വിശദാംശം. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന വാർത്ത. പോലീസുകാരെ ആക്രമിച്ചത് കേസിലാണ് മുൻ ഡിവൈഎഫ്ഐ നേതാവ് NV വൈശാഖൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. ചേലക്കര പോളിടെക്നിക്കിൽ ഉണ്ടായ സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്നാണ് കേസ്. വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2013 ജനുവരി 11 കേസിനാസ്പദമായ സംഭവം നടന്നത്. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, കേസിന്റെ വിശദാംശം. മുൻ ഡിവൈഎഫ്ഐ നേതാവ് NV വൈശാഖൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും ഈ പോലീസുകാരെ ആക്രമിച്ചെന്ന കേസിൽ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ചേലക്കര പോളിടെക്നിക്കിൽ ഉണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു എന്ന കേസിലാണ് വടക്കാഞ്ചേരി കോടതിയുടെ വിധി. 2013 സംഭവം ഉണ്ടായത്. കേസിൽ മുഴുവൻ പ്രതികളെയും വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി വെറുതെ വിടുകയായിരുന്നു. 2013 ജനുവരി 11 സംഭവം. അന്നത്തെ SFI ജില്ലാ സെക്രട്ടറി NV വൈശാഖൻ, ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഗിരിലാൽ, ഏരിയ സെക്രട്ടറി ആയിരുന്ന സുമേഷ്, ബാദുഷ, രമേശ്, അരുൺ എന്നിവരെയാണ് വെറുതെ വിട്ടിട്ടുള്ളത്. ചേലക്കര സബ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി അന്ന് പോളിടെക്നിക്കിൽ സംഘർഷമുണ്ടാവുകയും സംഘർഷത്തിൽ SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ പിന്നീട് അഡ്മിറ്റ് ആവുകയും ചെയ്തിരുന്നു. ഇത് തുടർന്നുള്ള കേസ് നടപടികൾ ഏറെക്കാലം നീണ്ടുപോയെങ്കിലും ഒടുവിൽ ഇവരെ വെറുതെ വിടുകയായിരുന്നു.